നിങ്ങൾ ഇത്രയും വൈകിതെന്താ? അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. പ്രസാദം കിട്ടാൻ വൈകി. ഗതം കുളിച്ചല്ലോ. ദാ പ്രസാദ്. എന്തുവാടെ നീ കാണിക്കുന്നേ? ക്ഷേത്രത്തിലെ പ്രസാദം തട്ടിത്തെറിപ്പിക്കുന്നു. ഇവര് ഭക്തിപൂർവം അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി കൊണ്ടുവന്ന പ്രസാദമായിരുന്നു ഇതെങ്കിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഞാനത് തട്ടിത്തെറിപ്പിക്കില്ലായിരുന്നു. അമ്മേ, ഇവള് പറയുന്നത് പച്ചക്കള്ളവാ. രണ്ടുപേരും കൂടെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയത് അമ്പലത്തിൽ പോകാനൊന്നുമല്ല. അമ്പലത്തിൽ ഇവര് പോയിട്ടുമില്ല. നിർമ്മലാമേ, സത്യം പറ, നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങൾ അമ്പലത്തിൽ പോയത് തന്നെയാ. കള്ളം, പച്ചക്കള്ളം. എന്തോ നിധി ഇവനീ പറയുന്നേ? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോയത്? അമ്മ, ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെയാ പോയത്. ഒരു കള്ളം ആവർത്തിച്ചു പറഞ്ഞു എന്ന് കരുതി സത്യമാകുന്നുള്ള തന്ത്രമൊന്നും എന്നോട് പ്രയോഗിക്കണ്ട. കെട്ടുകണക്കിന് നോട്ടുകളുമായിട്ടല്ല നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അയ്യോ, ഇത്രയും പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ പണം നിങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കെട്ടുകണക്കിന് നോട്ടുകളോ? നീ എന്താടാ മോനെ, സ്വപ്നം വല്ലതും കണ്ടതാണോ? ഞാൻ കണ്ടത് സ്വപ്നമാണോ അല്ലയോന്ന് ഇവര് പറയട്ടെ. ആ നോട്ടുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്കത് അറിഞ്ഞേ പറ്റൂ. ആ പണം ആര് തന്നു? ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോയി? ഇവൻ പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ കിടന്ന് പരുങ്ങുന്നത്? സത്യം ഉണ്ടമ്മേ. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവരിവിടുന്ന് പണവുമായിട്ട് ഇറങ്ങുന്നതിന് പിന്നാലെ ഞാനും ഒരു ഓട്ടോ പിടിച്ച് പുറകെ പോയതാ. പക്ഷേ ഇവരെ എനിക്ക് പാതി വഴിയിൽ വെച്ച് മിസ്സായി. എന്റെ ഓട്ടോ കംപ്ലൈന്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കൈയോടെ പൊക്കിയനെ. പറ, എങ്ങോട്ടാ പോയത് നിങ്ങള്? നിർമ്മലെ, നിധി, സത്യം എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. നിങ്ങൾ കൊണ്ടുപോയ പണം അവിടെ, അത് എവിടെ കൊടുത്തിട്ടാ നിങ്ങളിപ്പോ തിരിച്ചു വരുന്നേ? പറയുന്നോ ഇല്ലയോ? ഞാൻ പറയാം ഗൗതം. ഇനിയൊന്നും മറിച്ചിട്ട് കാര്യമില്ല മോളെ. അത് 10 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആ പണം ഞങ്ങൾക്ക് CKC തന്നതാ. CKC നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നു. എന്തിന്? എന്ത് കാര്യത്തിന്? അത് പിന്നെ അന്ന് ഞാനും നിധിയും ചേർന്ന് അയാളെ ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയില്ലായിരുന്നോ? ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോ തിരിച്ചെന്തെങ്കിലും ഒരു സമ്മാനം തരണമെന്ന് അയാൾ പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അയാൾ ഒരു ബാഗ് എടുത്ത് എന്റെ മുമ്പിൽ വെച്ചിട്ട് പോയി കളഞ്ഞു. സത്യം പറഞ്ഞ അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നോക്കിയപ്പോ 10 ലക്ഷം രൂപയുണ്ട്. റോഡിൽ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? അത് ഞാൻ എടുത്തോണ്ട് വന്നു. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിധിയോട് ചോദിച്ചപ്പോ അയാളുടെ പണം നമുക്ക് വേണ്ടാന്നും അത് നമുക്ക് കൊണ്ടുപോയി അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ ഇടാന്നും നിധിയാണ് പറഞ്ഞത്. ഭണ്ഡാരത്തിൽ പണമിട്ട കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു കാര്യത്തിന് മറുപടി പറ. എന്തിനാ നീ CKCയുടെ പണം എടുത്തത്? അതെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരായിരുന്നില്ലേ? അതല്ലേ അമ്മേ പറഞ്ഞത്. 10 ലക്ഷം രൂപ നടു റോഡിൽ വെച്ചിട്ട് അയാൾ പോയി കളഞ്ഞില്ലേ? ആ സമയത്ത് ആന്റിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ആ ബാഗ് എടുത്തോണ്ട് പോകുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു കള്ള ലക്ഷണമുണ്ട് രണ്ടുപേരുടെ മുഖത്ത്. എന്തോ മറയ്ക്കുന്നുണ്ട് രണ്ടുപേരും. ഞങ്ങൾ എന്തിനാ ഗൗതം കള്ളം പറയുന്നത്? സത്യമാ. ആ പണം ഞങ്ങള് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടു. ഓക്കെ, ഒരു വാദത്തിന് വേണ്ടെങ്കിൽ ഞാനത് സമ്മതിച്ചു തരാം. അപ്പോഴും ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനൊരു വലിയ തുക കയ്യിലെത്തിയിട്ട് എന്തുകൊണ്ടത് ഞങ്ങളോട് മറച്ചു വെച്ചു? ഇന്നലെ തന്നെ നീ ഇതറിഞ്ഞല്ലേ നിധി? എന്നിട്ട് നീ ഇതെന്നോട് പറഞ്ഞോ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ല.
ഇവിടുന്ന് രഹസ്യമായിട്ടല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോയത്? ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ അത് മറച്ചു വെക്കേണ്ട കാര്യം എന്തായിരുന്നു? നിധി, നീ പറ, എന്തിനാ നിങ്ങളെ കള്ളത്തരം കാണിച്ചത്? കള്ളത്തരം കാണിച്ചതൊന്നുമല്ല. അമ്മയ്ക്കറിയാലോ, ആ CKC എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും എന്തുമാത്രം വഴക്ക് ഞങ്ങൾ കേട്ടു. സത്യം പറഞ്ഞ ഒരു കാര്യമില്ലാതെ വഴക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ ആരോടും ഒന്നും പറയണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ പണം കൊണ്ടുചെന്ന് അമ്പലത്തിലെ ഭണ്ഡാരത്തിലിട്ടാൽ അതോടെ കഴിയുമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇല്ല, എനിക്കിതിലങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാ ഒരു കാര്യം തുറന്നു പറയാൻ തോന്നാത്തത്. സത്യം പറഞ്ഞാലും സംശയിക്കും, അതിന്റെ പേരിൽ പിന്നെ വഴക്കും കേൾക്കണം. ഇത് നല്ല സ്വഭാവമല്ല ഗൗതം. ഗൗതമിന് ഇപ്പൊ സംശയം കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ പലപ്പോഴും പലതും മറച്ചു വെക്കേണ്ടി വരുന്നത്. ഇനി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം. ഭണ്ഡാരത്തിലിട്ട പണം എവിടുന്ന് വന്നു എന്ന് തെളിയിക്കാനുള്ള വഴിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. വാ നിർമ്മലാന്റി. എന്തൊക്കെ ഇവിടെ നടക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്, അത് ഉറപ്പ്. കണ്ടുപിടിക്കും ഞാൻ.